സോ ഗൈസ്, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ഇതാണ് നമ്മുടെ ഹോസ്റ്റലേഴ്സ്. ദ ഹോസ്റ്റലേഴ്സ് കൂർഗ്. ഇതാണ് നമ്മുടെ റൂം. ഇവിടെയാണ് കിടന്നത്. മമ്മി താഴെ കിടന്നു, ഞാൻ മുകളിൽ കിടന്നു. ആൻഡ് നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ബഡ്ജറ്റ് ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു ഏരിയ ആണ് ദ ഹോസ്റ്റലേഴ്സ്. ഇതാണ് ഇവിടുത്തെ പ്രോപ്പർട്ടി. ആൻഡ് ഇതാണ് പാർക്കിങ്. നല്ല വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയ ചെയറുണ്ട്, ഇവിടെ നമുക്ക് ഇരിക്കാം. റൂം വരുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് ഇവിടുന്ന് പരിചയപ്പെട്ട ബ്രോ. ഹായ്. ആൻഡ് ദേ ആർ ഫ്രം ആന്ധ്ര, റൈറ്റ്? ഇതാണ് കഫേ. കഫേ ഇവിടുന്ന് കാണുമ്പോൾ കിട്ടുന്ന കാഴ്ച. സോ ഗൈസ്, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ഇതാണ് നമ്മുടെ ഹോസ്റ്റലേഴ്സ്. ദ ഹോസ്റ്റലേഴ്സ് കൂർഗ്. 2 പ്രോപ്പർട്ടി ഉണ്ട്. ഒന്ന് മടിക്കേരി വിരാജ്പേട്ട റൂട്ടിൽ, ഒന്ന് വരുന്നത് സോന്തിക്കുപ്പെ എന്ന് പറയും. ഇതൊരു സെപ്പറേറ്റ് ഒരു കോട്ടേജാണ്, 2 പേർക്ക് കിടക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ വരുന്നത് മൊത്തം ഡോർമെട്രീസാണ് വരുന്നത്. ഒരു നല്ല അടിപൊളി ഒരു ബഡ്ജറ്റ് സ്റ്റേ ആണ്. ഡോർമെട്രി ആ ടൈപ്പ് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക്, ബഡ്ജറ്റ് ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു ഏരിയ ആണ് ദ ഹോസ്റ്റലേഴ്സ്. ഞങ്ങൾക്ക് തന്നെ ആണെങ്കിൽ ഇന്നലെ ഞായറാഴ്ചയായിട്ട് ഏകദേശം 560 രൂപയെ പെർ ഹെഡ് വന്നിട്ടുള്ളൂ. അപ്പം വേറെ എവിടെയെങ്കിലും എടുക്കുവാണെങ്കിൽ അത് കൂടുതലാവും. ലൈക്ക് ദ ഹോസ്റ്റലേഴ്സ് ഉണ്ട്, ഗോസ്റ്റ് ടോപ്സ് ഉണ്ട്, പിന്നെ ഹോസ്റ്റലുണ്ട്. അത് 3 ഈ മടിക്കേരിയിലുണ്ട്. ഞങ്ങൾ ഗോസ്റ്റ് ടോപ്സിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഗോസ്റ്റ് ടോപ്സിനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് ദ ഹോസ്റ്റലേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ ചൂസ് ചെയ്തത്. ആൻഡ് ഇതാണ് ഇവിടുത്തെ പ്രോപ്പർട്ടി. ആൻഡ് ഇതാണ് പാർക്കിങ്. നല്ല വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഉണ്ട്. ഇഷ്ടംപോലെ വണ്ടികൾ പാർക്ക് ചെയ്യാം. ആൻഡ് നമ്മുടെ റോക്കി പാർക്ക് ഹിയർ. സോ ഇന്നിപ്പോഴത്തെ മൺഡേ മോർണിംഗ് ആണ്. ഇപ്പോൾ ഞങ്ങൾ നേരെ ഏകദേശം 10 മണി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം. ഇവിടുന്ന് വല്ല ഇറങ്ങാൻ വേണ്ടി പോവാണ്. പിന്നെ ലിഫ്റ്റുണ്ട്. ലൈക്ക് പിന്നെ കഫേസ് വരുന്നുണ്ട്. അവിടെയാണ് റിസപ്ഷൻ വരുന്നത്. ഫ്രണ്ടിലൊക്കെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്, ലൈക്ക് സംതിങ് ആർട്ട്. ഇതാണ് അവരുടെ ഫ്രണ്ട് സൈഡ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെയർ കേസ് കയറുവാണെങ്കിൽ ഇവരുടെ കഫേ വരുന്നത് മുകളിലാണ് വരുന്നത്. ഇവിടെ ഉണ്ട് താഴെ 2 ഡോർമെട്രി ഇതാണ്. പിന്നെ ഇവിടെ വരുന്നുണ്ട് 1 2 3 4 ഡോർമെട്രി റൂംസ് ഇവിടെ വരുന്നുണ്ട്. 10 പേരുടെ ഉണ്ട്, 8 പേരുടെ ഉണ്ട്, ലൈക്ക് ദാറ്റ്. അങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു ചെറിയ ചെയറുണ്ട്, ഇവിടെ നമുക്ക് ഇരിക്കാം. റൂം വരുന്നത് 2 പേർക്ക് സുഖസുന്ദരമായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കാണാൻ വരുന്നത്. ഇതിന് എനിക്ക് തോന്നുന്നു 2500 3000 ബിലോ റേറ്റാണ് വരുന്നത്. ആൻഡ് നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് ഇവിടുന്ന് പരിചയപ്പെട്ട ബ്രോ. ഹായ്. ഐ ഫോർഗോട്ട് യുവർ നെയിം ആക്ച്വലി. അമറേഷിനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടാണ് ഇന്നലെ. ആൻഡ് ദേ ആർ ഫ്രം ആന്ധ്ര, റൈറ്റ്? Amresh, and there is another guy, Surya. So He's from yesterday night we both were had carom. We played something games and all. So that was a good night yesterday. So അങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് പുതിയ ആൾക്കാർ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് ഫൈനലി ഇതാണ് കഫേ. ദിസ് ഈസ് എ കഫേ. ഇവിടെ നമുക്ക് കുറച്ച് ഗെയിംസ് സെറ്റപ്പുകളുണ്ട്. ഇറ്റ്സ് എ ഫുട്സാൽ ലൈക്ക്, അങ്ങനെയാണ് അതിൻ്റെ പേര്. അത്യാവശ്യം കുറേ പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാം. നല്ല സ്പേസ് ഉണ്ട്. ദിസ് ഈസ് എ കൗണ്ടർ. ആൻഡ് we can play carom.
ക്യാരംസ്, ഇന്ന് നൈറ്റ് ക്യാരംസ് ഒക്കെ കളിച്ചു. സോ ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. ഇതാണ് ഇവിടുന്ന് കാണുമ്പോൾ കിട്ടുന്ന കാഴ്ച. ചെറിയ കോടയുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. എക്സ്ട്രാ നൈറ്റ് നല്ല തണുപ്പുണ്ടായിരുന്നു. രാവിലെ വെള്ളത്തിന് നല്ല തണുപ്പാണ്. ഇതാണ് നമ്മുടെ റൂം. 6 പേര് വരുന്ന ഡോർമെറ്ററിയാണ്. ഇവിടെയാണ് കിടന്നത്. മമ്മി താഴെ കിടന്നു, ഞാൻ മുകളിൽ കിടന്നു. ആൻഡ് നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ലഗേജ് വെക്കാൻ പറ്റും. 2 അറ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലോക്കും തരും. പിന്നെ ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട്. ഇവിടെയും വി ക്യാൻ സ്റ്റോർ അവർ ലഗേജ് കൈൻഡ് ഓഫ് തിങ്സ്. ഈസ് എ ബാത്റൂം, ക്ലീൻ. ഇറ്റ്സ് എ ക്ലീൻ ബാത്റൂം ആൻഡ് ദാറ്റ്സ് ഓൾ. So guys, now we are telling bye to Hosteliers. അപ്പോൾ നമ്മളിനി നല്ല കുശാലനഗർ ഭാഗമായ അവിടെ മറ്റേ നിസാർഗമ ഒരു പാർക്കുണ്ട്, ആ പാർക്ക് കാണണം. അപ്പം അങ്ങനെ 2-3 സ്ഥലത്ത് പോയിട്ട് നേരെ വീട്ടിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇതാണ് ഇവിടെ മെനു.